നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ നാരായണ തവ പാദസരോജം ആഗമേ വിലസുക നാരായണ ജയ. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ജ്വലിയുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം. ശ്രീമന്നാരായണീയത്തിൽ 17-ാം ദശകത്തിൽ ധ്രുവചരിതം പാരായണം വരികൾ സഹിതം തുടരുന്നു. ശ്ലോകങ്ങൾ 8, 9, 10. ഓം നമോ ഭഗവതേ വാസുദേവായ. താവത് വിബോധവിമലം പ്രണുവന്തം യേനം ആഭാഷദാസ്ത്വം അവഗമ്യ തദേയഭാവം രാജ്യം ചിരം സമനുഭൂയ ഭജസ്വഭൂയഃ സർവോത്തരം ധ്രുവപദം വിനിവൃത്തിഹീനം. ഭഗവാൻ ധ്രുവനെ തലോടിയപ്പോൾ ആത്മജ്ഞാനമുദിച്ച ധ്രുവൻ പരിശുദ്ധനായി ഭഗവാനെ സ്തുതിച്ചു. തപസ്സിൻ്റെ ഉദ്ദേശ്യം മനസ്സിലാക്കിയ ഭഗവാൻ ചിരകാലം രാജ്യസുഖം അനുഭവിച്ചു ജീവിച്ച് ഒടുവിൽ സർവോത്തമമായ പുനരാവർത്തിയിലായ സ്ഥാനം പ്രാപിച്ചു കൊള്ളുന്നതിന് വരം കൊടുത്തു സന്തുഷ്ടനാക്കി. ഭഗവാൻ ധ്രുവകുമാരൻ്റെ കഠിന തപസ്സിൽ സംപ്രീതനായി എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. ധ്രുവൻ പറഞ്ഞു, എല്ലാ ലോകങ്ങൾക്കും മുകളിലുള്ള എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഉന്നത പദം കിട്ടണം. അതനുസരിച്ച് വരം കൊടുത്തു. ധ്രുവന് നിഷ്കണ്ടകം രാജ്യം പരിപാലിച്ച് പുനരാവർത്തിയില്ലാത്ത സ്ഥാനം അലങ്കരിക്കുമെന്നും അറിയിച്ചു. ഭഗവാന്റെ ഇച്ഛാനുസരണം ധ്രുവൻ 26,000 വർഷം രാജ്യപരിപാലനം ചെയ്ത് ഭോഗസുഖങ്ങൾ അനുഭവിച്ച് അന്ത്യകാലത്ത് ഉന്നത സ്ഥാനത്തെത്തി ധ്രുവനക്ഷത്രമായി വിളങ്ങുന്നു. ശ്ലോകം 9. ഇത്യുചുഷേത്വയിഗദേ നൃപനന്ദനോസൗ ആനന്ദിതാഖിലജനോ നഗരീ മുപേതകാം രേമോചിരം ഭവത് അനുഗ്രഹപൂർണകാമഃ താതേ ഗതേച്ച വനം ആദൃതരാജ്യഭാരഃ. നമസ്തേ. നിന്തിരുവടി ധ്രുവന് വരം കൊടുത്തു സന്തോഷവാനാക്കിയ ശേഷം അന്തർധാനം ചെയ്തു. അപ്പോൾ രാജകുമാരൻ ധ്രുവൻ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് നഗരം പോയി. ധ്രുവൻ്റെ ആഗമനത്തിൽ രാജാവിനും രാജ്ഞിമാർക്കും ജനങ്ങൾക്കുമെല്ലാം സന്തോഷമായി. കുമാരൻ എല്ലാവർക്കും പ്രിയനായി. അച്ഛൻ ഗൃഹസ്ഥാശ്രമം വെടിഞ്ഞ് വാനപ്രസ്ഥത്തിനായി കാട്ടിലേക്ക് പോയി. പിതൃദത്തമായ രാജ്യമേറ്റ് ധർമാനുസൃതം രാജ്യപരിപാലനം നടത്തി അങ്ങയുടെ അനുഗ്രഹത്താൽ സകല അഭീഷ്ടങ്ങളും നേടി ചിരകാലം ജീവിച്ചു. ശ്ലോകം 10.
യക്ഷേണ ദേവനിഹതേ പുനരുത്തമേസ്മിൻ യക്ഷൈ സയുദ്ധനിരതോ വിരതോ മനുക്ത്യാ ശാന്ത്യാ പ്രസന്നഹൃദയാദ്ധനദാതുഭേദാത് ത്വൽഭക്തിമേവ സുദൃഢാം അവൃണോത്മഹാത്മാ. ഒരിക്കൽ സുരുചിയുടെ പുത്രനായ ഉത്തമൻ കാട്ടിൽ നായാട്ടിനായി പോയി. അപ്പോൾ വനത്തിൽ വച്ചൊരു യക്ഷനുമായി കൂട്ടിമുട്ടി. ഉത്തമൻ മൃതിയടഞ്ഞു. ഇതറിഞ്ഞ ധ്രുവൻ തൻ്റെ സഹോദരനെ കൊന്ന യക്ഷനോട് കുപിതനായി യക്ഷന്മാരെ പോരിന് വിളിച്ചു. യുദ്ധം അതിഘോരമായി. യുദ്ധം നിലയ്ക്കുന്നില്ലെന്ന് കണ്ട് മനു യുദ്ധമധ്യേ എത്തി പോര് മതിയാക്കാൻ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് പോര് മതിയാക്കി. യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞ ധ്രുവൻ്റെ ശാന്തശീലം കണ്ട് പ്രസന്നനായ കുബേരൻ വന്ന് എന്ത് വരമാണ് വേണ്ടതെന്ന് ധ്രുവനോട് ചോദിച്ചു. മഹാത്മാവായ ധ്രുവൻ അചഞ്ചലമായ വിഷ്ണുഭക്തിയെ മാത്രം തന്ന് അനുഗ്രഹിച്ചാൽ മതിയെന്ന വരം ആവശ്യപ്പെട്ടു. ആ വരം കൊടുത്ത് കുബേരൻ മടങ്ങി. ശ്ലോകം 11. അന്തേ ഭവത്പുരുഷനീതവിമാനയാദോ മാത്രാ സമം ധ്രുവപദേ മുദിതോ വയം മാസ്തേ ഏവം സ്വഭൃത്യജനപാലനലോലതേസ്ത്വം വാതാലയാദിപ നിരുന്ദേ മമാമയൗഗാൻ. ജീവിതാവസാന കാലത്ത് ധ്രുവൻ അങ്ങയുടെ പാർഷദന്മാർ കൊണ്ടുവന്ന വിമാനത്തിൽ കയറി അമ്മയോടുകൂടി ധ്രുവലോകത്തെത്തി സന്തോഷത്തോടെ കഴിയുന്നു. അല്ലയോ ഗുരുവായൂരപ്പ, ഇപ്രകാരം സ്വന്തം ഭക്തന്മാരെ പാലിക്കുന്നതിൽ തൽപരനായ അങ്ങ് എൻ്റെ എല്ലാ രോഗങ്ങളെയും തീർത്ത് രക്ഷിക്കണേ. ഈ ദശകത്തിൽ ധ്രുവചരിതം കഥയാണ് വിഷയം. ഭാഗവതം 4-ാം സ്കന്ധത്തിലെ ധ്രുവചരിത ഭാഗമാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ഈ ദശകത്തിൽ ധ്രുവചരിതം കഥയാണ് വിഷയം. ഭാഗവതം 4-ാം സ്കന്ധത്തിലെ ധ്രുവചരിത ഭാഗമാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. നമസ്തേ. അടുത്ത ഭാഗം ദശകം 18 പൃഥുചരിതം തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ.